നമസ്കാരം. ഞാനിന്ന് മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു. ഓണം ആഘോഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അമ്മയും അച്ഛനും ഒരു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മകൻ വിദേശത്താണ്. അപ്പോൾ ആ മകൻ എന്നെ വിളിച്ചിട്ട് പറയണ്ടായി, ഇതുപോലെ അമ്മയും കൊണ്ട് ഒരു ദിവസം ഒരു വൺ ഡേ ടൂർ വയ്ക്കണം. അച്ഛനാണെങ്കിൽ വയ്യ, അമ്മയ്ക്കും മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കാരണം, മുട്ടുവേനയും മറ്റുള്ള രോഗങ്ങൾ കാരണം നമ്മുടെയൊക്കെ അമ്മയും അച്ഛനും വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും പോകുന്നത്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി മകൻ പറഞ്ഞിട്ട് അവരെയും കൊണ്ട് ഞാൻ നമ്മുടെ ആലപ്പുഴ പടിഞ്ഞാട്ട് കയറി ചെല്ലാനം വഴി നല്ല പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 6 മണിക്കൂർ ട്രാവലിങ്ങും ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ആയിട്ട് പോയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ പോകാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. ഇതാണ് നമ്മുടെ വാഹനം. ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്താണ് എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നോ? ഇനിയും ഇതുപോലെ ഓണം കഴിയുമ്പോൾ അടുത്ത യാത്രയ്ക്ക് രണ്ടുപേരും വരുമോ? ഉറപ്പായിട്ടും. അപ്പോൾ ഇനിയും വരണം. നമുക്ക് ഈ യാത്രയ്ക്ക് അനുവാദം തന്ന മകനുണ്ട്. മകനെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ? ഞങ്ങളുടെ എല്ലായ്പ്പോഴും ഇരിക്കുന്ന മകളാണ്. ഇപ്പോൾ വരെ 17 വർഷമായി ബന്ധം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരെ അവൻ്റെ ഭാര്യയുടെ പേര് പറ്റും സഹിക്കുകയോ നമ്മൾ കാണുകയോ, പക്ഷേ അവളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് അച്ഛൻ മേടിക്കുന്നത്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൾ മേടിക്കും. ആ രീതിയിലാണ് എൻ്റെ മകൻ അച്ഛൻ്റെ കയ്യിൽ പൈസ എടുക്കുന്നത്. ഇപ്പോൾ വരെ സന്തോഷപരമായിട്ട് നല്ലവരായിട്ട് ജീവിക്കുന്നു. എല്ലാ വീടുകളിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ടാകില്ല. അപ്പോൾ എന്നെ ഈ ഒരു യാത്രയ്ക്ക് നിങ്ങളെ എന്നെ നിയോഗിച്ചതിന് നല്ല കാര്യമല്ലേ? നല്ല കാര്യം. എൻ്റെ മകൻ പറഞ്ഞ അച്ഛനമ്മച്ചും കൂടെ കുത്തിയിരുന്ന് വെറുതെ വിഷമിക്കേണ്ട, ഒന്ന് യാത്ര അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇനിയും തുടർന്നുള്ള യാത്രയ്ക്ക് മകൻ പറഞ്ഞാൽ ഇതുപോലെ അസുഖങ്ങളാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കരുത്, വരണം, ഇറങ്ങിത്തിരിക്കണം. എല്ലാ യാത്രകൾക്കും വരണം സന്തോഷകരമായിട്ട്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കൊല്ലം നീണ്ടകരയല്ല, അതായത് എറണാകുളത്തിന് ചെല്ലാനത്തിന് കിഴക്കോട്ട് മാറിയുള്ള ഒരു നീണ്ടകര എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് ഒരു ചായക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയാണ്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചെല്ലാനത്തിന് കിഴക്കുള്ള നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ വൈകിട്ട് മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങി അവരെയും കൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഒത്തിരി പാർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒത്തിരി പേര് വരാറുണ്ട്. പിന്നെ അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടി സീറ്റൊക്കെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചായക്ക് പറഞ്ഞു.